നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. वक्फ के नाम पर लाखों हेक्टर जमीन पूरे देश में है. इस जमीन, इस प्रॉपर्टी से गरीब का, बेसहारा महिलाओं बच्चों का भला होना चाहिए था. വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ളയെന്ന് പ്രധാനമന്ത്രി. വോട്ട് ബാങ്കിനായി കോൺഗ്രസ് വഖഫ് നിയമം ഭേദഗതി ചെയ്തു. വഖഫ് ഭൂമി കൊണ്ട് മുസ്ലിങ്ങളായ പാവപ്പെട്ടവർക്ക് എന്ത് പ്രയോജനമുണ്ടായെന്ന് ചോദ്യം. മോദിക്കെതിരെ കോൺഗ്രസ് രംഗത്ത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ രാജിക്കില്ലെന്ന് KM എബ്രഹാം. കിഫ്ബി CEO പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും വിശദീകരണം. MR അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് DGP. നടപടി DGP P വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിൽ ആര് ശുപാർശ ചെയ്താലും മുഖ്യമന്ത്രി കേസെടുക്കില്ലെന്ന് PV അൻവർ. മുംബൈ ഭീകരാക്രമണത്തിൽ NIAയുടെ നിർണായക നീക്കം. തഹാവൂർ റാണയെ സഹായിച്ച കൊച്ചി സ്വദേശി കസ്റ്റഡിയിൽ. അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. റാണയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുക്കും. തിരുവല്ലയിലും പെരിന്തൽമണ്ണയിലും യുവാക്കളെ കുത്തിക്കൊന്നു. കൊലയാളികൾ ബന്ധുക്കൾ. വയനാട്ടിൽ യുവാവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. അതിരപ്പള്ളിയിൽ കാട്ടാന ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്നു. വിഷു ആഘോഷിച്ച് മലയാളി. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. കണി കണ്ടും കൈനീട്ടം നൽകിയും ആഘോഷം. IPLൽ ഇന്ന് ലക്നൌ ചെന്നൈ പോരാട്ടം. തുടർച്ചയായ 6ാം തോൽവി ഒഴിവാക്കാൻ ധോണിയും സംഘവും. പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട് ലക്നൌ. മത്സരം 7:30 മുതൽ. വാർത്തയിലേക്ക് വിശദമായി. വഖഫിന്റെ പേരിൽ രാജ്യത്ത് നടന്നത് ഭൂമാഫിയയുടെ ഭൂമി കൊള്ളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2013-ൽ കോൺഗ്രസ് സർക്കാർ ഭൂമാഫിയയ്ക്ക് വേണ്ടിയാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അധികാരത്തിലിരുന്നപ്പോഴെല്ലാം വോട്ട് ബാങ്കിനായാണ് കോൺഗ്രസ് ഭരണഘടനയെ ഉപയോഗിച്ചതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം ആദ്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരസ്യ പ്രതികരണം. പിന്നാക്കക്കാർക്കും ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കും അവകാശപ്പെട്ട ഭൂമിയാണ് വഖഫ് വഴി തട്ടിയെടുത്തത്. വഖഫ് ഭൂമി കൊണ്ട് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് എന്തു പ്രയോജനമെന്ന ചോദ്യം കൂടിയാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് നൽകിയിരുന്നെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യുമായിരുന്നു. लाखों हेक्टर जमीन पूरे देश में है. इस जमीन, इस प्रॉपर्टी से गरीब का, बेसहारा महिलाओं बच्चों का भला होना चाहिए था. और आज ईमानदारी से उसका उपयोग हुआ होता तो मेरे मुसलमान नौजवानों को साइकिल के पंक्चर बना करके जिंदगी नहीं गुजारनी पड़ती. മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കോൺഗ്രസ് വോട്ട് ബാങ്കിന് വേണ്ടി വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തി. മതാടിസ്ഥാനത്തിൽ സംവരണം നൽകരുതെന്ന് BR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് മതസംവരണം നടപ്പാക്കാനാണ് ശ്രമിച്ചതെന്നും മോദി. कांग्रेस ने सिर्फ कुछ कट्टरपंथियों को ही खुश किया है. बाकी समाज बेहाल रहा, अशिक्षित रहा, गरीब रहा. कांग्रेस की इस कुनीति का सबसे बड़ा प्रमाण वक्फ कानून है. സംഘപരിവാർ എല്ലാ കാലത്തും അംബേദ്കറുടെ ശത്രുവായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. കോൺഗ്രസ് ഭരണഘടനയെ വോട്ട് ബാങ്കിനായി ഉപയോഗിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ഖർഗെ. मोदी साहब करने को तैयार नहीं है और सिर्फ लोगों को बोलने लगाते हैं, जो कांग्रेस के खिलाफ, नेहरू जी के खिलाफ, हमारे खिलाफ, ये कहते हैं कि इन्होंने क्या किया. अरे हम तो ये कह रहे बाबा तुम क्या किए ये बताओ.
BR അംബേദ്കറുടെ 135ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ ഹിസാറിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വഖഫ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ പശ്ചിമ ബംഗാളിൽ അതീവ ജാഗ്രത തുടരുന്നു. സംഘർഷബാധിത മേഖലയായ മുർഷിദാബാദിൽ നിന്ന് നൂറുകണക്കിന് പേർ സമീപ ജില്ലയായ മാൽദയിൽ അഭയം തേടി. വിഷയത്തിൽ BJPയും തൃണമൂലും തമ്മിൽ രാഷ്ട്രീയ പോരും മുറുകുകയാണ്. സംഘർഷബാധിത മേഖലകളിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അവസ്ഥ ഏർപ്പെടുത്തണമെന്നാണ് BJPയുടെ ആവശ്യം. വഖഫ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ മുർഷിദാബാദ് സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഇന്നലെയും ഇന്നും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും കനത്ത സുരക്ഷയിലാണ് ഷംഷേർഗഞ്ചും ജംഗിപൂരും സുതിയും. 17 കമ്പനി കേന്ദ്രസേനയാണ് ഇവിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. മുർഷിദാബാദ്, മാൽഡ, നാദിയ, സൗത്ത് 24 പർഗാനസ് എന്നീ ജില്ലകളിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അവസ്ഥ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് BJP MP ജ്യോതിർമയ് മഹാതോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ളതാണ് ഈ ജില്ലകൾ. എന്നാൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളും BSFലെ ചിലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് മുർഷിദാബാദിൽ നടന്നതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആളുകളെ എത്തിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അവസരമൊരുക്കിയെന്നും തൃണമൂൽ ആരോപിക്കുന്നു. അതേസമയം പാർട്ടി MLA തന്നെ പോലീസിനെതിരെ രംഗത്തു വന്നത് മമതാ സർക്കാരിന് ക്ഷീണമായി. മുർഷിദാബാദിൽ വെച്ച് താൻ ആക്രമിക്കപ്പെട്ടുവെന്നും സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നുമാണ് തൃണമൂൽ MLA മനീറുൽ ഇസ്ലാമിന്റെ ആരോപണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കിഫ്ബി CEO സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ലെന്ന് KM എബ്രഹാം. പദവി നിലനിർത്തണമോ എന്നത് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിലാണ് KM എബ്രഹാം നിലപാട് വ്യക്തമാക്കിയത്. CBI അന്വേഷണത്തെ സധൈര്യം നേരിടുമെന്നും KM എബ്രഹാം പറയുന്നു. BV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, സ്വമേധയാ രാജി ഇല്ല എന്നാണ് KM എബ്രഹാം പറയുന്നത്. അതിനപ്പുറം മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? എന്താണ് ഈ വിഷുദിന സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാജിവെക്കാനില്ല എന്ന് തന്നെയാണ് KM എബ്രഹാം പറയുന്നത്. സർക്കാരിനെ വേണമെങ്കിൽ നടപടിയെടുക്കാം, മുഖ്യമന്ത്രിയാണ് ആ നടപടി എടുക്കേണ്ടത്. അത് അദ്ദേഹം എടുത്താൽ അത് ആ രീതിയിൽ പോകട്ടെ, അതിനപ്പുറത്തേക്ക് രാജിവെക്കാനില്ല എന്ന് അദ്ദേഹം ഈ വിശുദ്ധിന സന്ദേശത്തിൽ പറയുന്നു. CBI അന്വേഷണം ഉത്തരവിട്ട CBI അന്വേഷണത്തെ സധൈര്യം നേരിടുമെന്നും KM എബ്രഹാം പറയുന്നുണ്ട്. ഹർജിക്കാരനെതിരെ ജോബൻ മുത്തവരക്കിലാണ് ഹർജി നൽകുന്നത്. ഹർജിക്കാരനെ കടുത്ത ആരോപണം ഉന്നയിക്കുന്നു. ഹർജിക്കാരൻ തന്നോട് ശത്രുതയുണ്ട്, തനിക്കെതിരെ ഗൂഢാലോചന നടത്തി, PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്ത് താൻ ധനസെക്രട്ടറിയാക്കി കണ്ടെത്തി, അതിലെ വൈരാഗ്യമാണ് ഹർജിക്കാരനെന്നും KM എബ്രഹാം ആരോപിക്കുന്നു. ഏതായാലും രാജിവെക്കാനില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ജോബൻ പുത്തമ്പുരക്കിലാണ് 2018 ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകുന്നത്. ശമ്പളത്തെക്കാൾ കൂടുതൽ എല്ലാ മാസവും കൂടുതൽ തുക KM എബ്രഹാം ലോൺ അടയ്ക്കാറുണ്ട്. ഇത് അനധികൃത സ്വത്ത് സമ്പാദന തെളിവാണ്. അനവധി സ്ഥലങ്ങളിൽ കോടികൾ വില വരുന്ന വസ്തുവകകൾ KM എബ്രഹാം വാങ്ങിക്കൂട്ടി എന്നും 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുകയായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദിച്ചതെന്നും ജോമൻ പുത്തനപ്പുരക്കൽ ഹൈക്കോടതിയിലേക്ക് ഹർജിയിൽ പറഞ്ഞിരുന്നു. കൊച്ചി CBI യൂണിറ്റിനാണ് കേസ് എടുക്കാൻ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. നേരത്തെ ഇതേ ആരോപണത്തിൽ KM എബ്രഹാമിന്റെ വിജിലൻസ് അന്വേഷണം ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അത് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കും അന്വേഷണം നടന്നുവെങ്കിലും അന്ന് അത് കാര്യമായി മുന്നോട്ട് പോയില്ല. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ ജോബൻ പുത്തൻപുരക്കൽ ഹർജി നൽകുകയും ഇപ്പോൾ അതിൽ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ശരി, BV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വ്യാജമൊഴിയിൽ ADGP MR അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന് DGPയുടെ ശുപാർശ. ഇന്റലിജൻസ് മേധാവിയായ ADGP P വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിലാണ് കേസെടുക്കാമെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൽ ADGP P വിജയന് പങ്കുണ്ടെന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞെന്നായിരുന്നു അജിത് കുമാർ മൊഴി നൽകിയത്. എന്നാൽ താനിങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും വ്യക്തമാക്കി സുജിത് ദാസ് ഇതിന് പിന്നാലെ രംഗത്ത് വന്നു. തുടർന്ന് തനിക്കെതിരെ അപകീർത്തികരമായ വ്യാജമൊഴി നൽകിയതിന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് P വിജയൻ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണം നടത്തി അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ നൽകിയത്. തൃശൂർ പൂരം കരക്കൽ
RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ വിഷയങ്ങളിലും MR അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടയിലാണ് DGP-ആയി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. ചീഫ് സെക്രട്ടറി, DGP, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ IPS സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത്. കവടിയാറിലെ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്തിലെ ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിന് DGP തുടക്കമിട്ടതിന് പിന്നാലെ കേസ് വിജിലൻസിന് കൈമാറുകയായിരുന്നു. എന്നാൽ വീട് നിർമ്മാണം വായ്പയെടുത്താണെന്നും ഫ്ളാറ്റ് വിൽപ്പനയിൽ കൃത്രിമത്വമൊന്നും ഇല്ലെന്നുമായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം വരുന്ന മെയ് 30-നാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് വിരമിക്കാനിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് നിലവിൽ 6 പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. UPSC ബോർഡ് സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേരുൾപ്പെടുമോ എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള DGP-യുടെ ശുപാർശ. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കൊള്ളസംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപവുമായി PV അൻവർ. പിണറായി വിജയന്റെ പോറ്റുമകനാണ് അജിത് കുമാർ. അയാൾ ADGP P വിജയനെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും കേരള പോലീസിനെ ഭരിക്കുന്നത് അജിത് കുമാറാണെന്നും അൻവർ ആരോപിച്ചു. MR അജിത് കുമാറിനെതിരായ DGP-യുടെ റിപ്പോർട്ടോടെ IAS പോരിന് പിന്നാലെ IPS ഉദ്യോഗസ്ഥർക്കിടയിലും പോര് കനക്കും. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി P വിജയന് ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണമാണ് MR അജിത് കുമാർ ഉന്നയിച്ചത്. DGP-യുടെ റിപ്പോർട്ട് സേനയിലെ MR അജിത് കുമാർ വിരുദ്ധ ചേരി ആയുധമാക്കും. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് P വിജയനാണെന്ന് ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയതോടെയാണ് വിജയനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ട്രെയിനിൽ തീവെച്ച കേസിലെ പ്രതിയുടെ വിവരങ്ങൾ ATS തലവനായിരുന്ന P വിജയൻ ചോർത്തിയെന്ന കാരണത്താലായിരുന്നു 2023-ൽ അന്വേഷണ വിധേയമായുള്ള സസ്പെൻഷൻ. പിന്നീടുള്ള അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയതോടെയാണ് അദ്ദേഹം സർവീസിൽ തിരിച്ചെത്തിയത്. തൃശൂർ പോലീസ് അക്കാദമി ഡയറക്ടറായി തിരികെയെത്തിയ P വിജയനെ പിന്നീട് ഇന്റലിജൻസ് മേധാവിയായി സർക്കാർ നിയമിക്കുകയായിരുന്നു. അതിനിടെയാണ് PV അൻവർ MLA അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് DGP ഷെയ്ഖ് ദർബേ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സമിതിയെ നിയോഗിച്ചത്. ഈ സമിതിക്ക് മുന്നിലാണ് അജിത് കുമാർ P വിജയനെതിരെ മൊഴി നൽകിയത്. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി വിജയന് ബന്ധമുണ്ടെന്ന് MR അജിത് കുമാർ എഴുതി നൽകിയ മൊഴി നിഷേധിച്ചുകൊണ്ട് പിന്നീട് SP ആയിരുന്ന സുജിത് ദാസ് രംഗത്തെത്തിയതോടെയാണ് വിവാദം കത്തിയത്. അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് MR അജിത് കുമാർ നടത്തിയതെന്ന പരാതിയിൽ കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തതോടെ പോലീസ് തലപ്പത്തെ പ്രബലനായിരുന്ന അജിത് കുമാറിന് ഇത് ഇരട്ട പ്രഹരം. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കണി കണ്ടുണർന്ന കേരളം. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും സദ്യയുണ്ടും പടക്കം പൊട്ടിച്ചും മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. വിഷുദിനത്തിൽ ദർശനത്തിന് ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കാർഷിക വർഷാരംഭമായ വിഷു മലയാളിക്ക് സമൃദ്ധിയുടെ പ്രതീക്ഷയാണ്. വിഷുക്കണിയുടെ ഐശ്വര്യം വർഷം മുഴുവൻ കൂടെയുണ്ടാകുമെന്ന വിശ്വാസം. പുലർച്ചെ എണീറ്റ് കണ്ണുനിറയെ കണ്ണനെയും കണിക്കൊന്നയും കണ്ടു. ചക്ക, മാങ്ങ, കണിവെള്ളരി തുടങ്ങി ഫലസമൃദ്ധി തന്നതെല്ലാം കണിയായി മുന്നിലെത്തി. കണി കണ്ടു കഴിഞ്ഞ ശേഷം ക്ഷേത്ര ദർശനം. വിഷുപ്പുലരിയിൽ ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ 2:45 മുതൽ 3:45 വരെ ആയിരുന്നു ഗുരുവായൂരിൽ വിഷുക്കണി ദർശനം. ശബരിമലയിൽ പുലർച്ചെ 4 മണിക്ക് നട തുറന്നു. 7 മണി വരെയായിരുന്നു വിഷുക്കണി ദർശനം. തീർത്ഥാടകർക്ക് തന്ത്രിയും മേൽശാന്തിയും കൈനീട്ടം നൽകി.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, കൊട്ടാരക്കര കുലശേഖരനല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ്. ഇവിടെ പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. അതിനുശേഷം പിന്നീട് 5:30-ക്കും നട തുറന്നു. പിന്നീട് 8:30-ക്കാണ് നട തുറന്നത്. ഈ 3 സമയത്തും വലിയ ഭക്തജന തിരക്കാണ്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വിഷുക്കണി ദർശനത്തിന് വേണ്ടി, വിഷുക്കൈ നീട്ടം വാങ്ങുന്നതിനൊക്കെ വേണ്ടി ഇവിടേക്ക് എത്തിയത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം വീടുകളിൽ സദ്യ ഒരുക്കിയും പടക്കം പൊട്ടിച്ചും ബന്ധുമിത്രാദികളുമായി ഒത്തുചേർന്നും വിഷു ആഘോഷം ഗംഭീരമാക്കി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും വിഷു ആഘോഷങ്ങളും വിവിധയിടങ്ങളിൽ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വിഷുവിനും വിഷു തലേന്നും സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. ഞെട്ടിപ്പിക്കുന്ന 3 കൊലപാതകങ്ങളാണ് നടന്നത്. പത്തനംതിട്ട തിരുവല്ലയിലും പെരിന്തൽമണ്ണയിലുമായി 2 പേർ കുത്തേറ്റു മരിച്ചു. 2 സംഭവങ്ങളിലും അയൽവാസികളായ ബന്ധുക്കളാണ് കൊലപാതകം നടത്തിയത്. വയനാട് കേണിച്ചീരയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇന്നലെ രാത്രി 11:15-ഓടെയാണ് പത്തനംതിട്ട തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജ് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച പണം മനോജിന്റെ മകൻ കൈക്കലാക്കിയെന്നാരോപിച്ചായിരുന്നു കൊലപാതകം. പണം ലഭിച്ച അക്കൗണ്ടിന്റെ ATM കാർഡ് മനോജിന്റെ മകന്റെ കയ്യിലുണ്ടെന്ന് രാജൻ ആരോപിച്ചിരുന്നു. ഈ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ആക്രമണത്തിനിടെ രാജനും പരിക്കേറ്റു. പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ യുവാവിനെ അയൽവാസി കുത്തിക്കൊന്നു. ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സത്യനാരായണനും സുരേഷ് ബാബുവും തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. രാവിലെ മുതലേ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ അതിൽ പെട്ടെന്നുണ്ടായൊരു വൈരാഗ്യമാണ്. കൊല്ലണം നേരിട്ടൊന്നും ഇല്ല. ചിലപ്പം ഇവർ തമ്മിൽ ഇതിന്റെ മുന്നേ അങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. വയനാട് കേണിച്ചിറയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. കേളമംഗലം മാഞ്ചുറ വീട്ടിൽ ലിഷയെയാണ് ഭർത്താവ് ജിൻസൺ കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊല്ലുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ജിൻസൺ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട, മലപ്പുറം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെ കോളനിക്ക് സമീപം വനാതിർത്തിയിലായിരുന്നു സംഭവം. വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയ 3-അംഗ സംഘം കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. അതിരപ്പള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിലെ വനത്തിനുള്ളിൽ വെച്ചാണ് സംഭവം. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യനും സുഹൃത്തുക്കളും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആനയുടെ മുന്നിൽപ്പെട്ട സെബാസ്റ്റ്യനെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെറിഞ്ഞു. ആക്രമണത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടു. ഇന്നലെ നടന്നാണ് തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഒരു 9:15 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താണ്. ഇവരെതിരെ രാത്രി തേനെടുക്കാൻ പോയി. ആദിവാസികൾക്ക് ഇപ്പോൾ തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനെടുക്കാൻ പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. എന്നിട്ട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാരെല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്ന പൊട്ടി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും വനംവകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പള്ളി മേഖല. വന്യജീവി ആക്രമണം തടയുന്നതിനായി വനംവകുപ്പും സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. ഇതിനിടയിലാണ് ഒരാൾ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം സുപ്രീംകോടതിയിലേക്ക്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഭാര്യ മഞ്ജുഷ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും കുടുംബം ഹർജിയിൽ പറയുന്നു. മരണത്തിലേക്ക് നയിച്ച സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ഹർജി ഈ ആഴ്ച തന്നെ പരിഗണിക്കുമെന്നാണ് സൂചന. കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. PP ദിവ്യ മാത്രമാണ് കേസിലെ പ്രതി. ഇടവേള. പകരച്ചുങ്കപ്പോരിൽ ചൈനയോടുള്ള നിലപാട് കടുപ്പിച്ച അമേരിക്ക. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് നൽകിയ ചുങ്കം ഇളവ് താൽക്കാലികമാണെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക.
US ചൈന പകരച്ചുങ്കപ്പോര് കടുക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ് യുഎസിന്റെ പുതിയ നിലപാട്. പകരച്ചുങ്കപ്പോരിന്റെ ഭാഗമായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഇളവ് നൽകിയിരുന്നു. ഇത് താൽക്കാലികമാണെന്നും ഇളവ് പിൻവലിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ഹേവാർഡ് ലുട്നിക് പറഞ്ഞു. പകരച്ചുങ്കം ഒഴിവാക്കണമെന്നും തെറ്റായ രീതികൾ തിരുത്തി പരസ്പര ബഹുമാനത്തിന്റെ വഴിയിലേക്ക് US മടങ്ങണമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ചൈന അഭ്യർത്ഥിച്ചാൽ ചർച്ചയാവാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപാധിയെ തുടർന്നായിരുന്നു വാണിജ്യ മന്ത്രാലയം വഴിയുള്ള ഈ ചൈനീസ് നീക്കം. എന്നാൽ ചൈനയിൽ നിന്ന് ഔദ്യോഗിക അഭ്യർത്ഥന ഉണ്ടാവാതെ വഴങ്ങില്ലെന്ന സൂചനയാണ് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുടെ വാക്കുകൾ നൽകുന്നത്. സെമി കണ്ടക്ടറുകൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും അത് അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്നും ലുട്നിക് കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ പ്രധാന ടെക് കമ്പനികൾ സെമി കണ്ടക്ടർ ഇറക്കുമതിക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് ചൈനയാണ്. ഇത് പൊടുന്നനെ നിർത്തി ബദൽ കണ്ടെത്താൻ അമേരിക്കയ്ക്ക് സമയമെടുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ചൈന. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. തഹാവൂർ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ എത്തിച്ചപ്പോൾ സഹായിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ആളെന്ന് NIA. നിലവിൽ NIAയുടെ കസ്റ്റഡിയിലുള്ള ഇയാൾക്കൊപ്പം തഹാവൂർ റാണയെയും കൊച്ചിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കും. NIA ആസ്ഥാനത്ത് തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയെയും ഹെഡ്ലിയെയും സഹായിച്ച ആൾ കൊച്ചിയിൽ നിന്നാണ് എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥർ കൂടി ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുണ്ട്. സംഘത്തിൽ കൊച്ചി NIA യൂണിറ്റിലെ 2 ഉദ്യോഗസ്ഥരാണുള്ളത്. തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിൽ എത്തിയത് എന്ന് റാണ നേരത്തെ പറഞ്ഞുവെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തത്. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്നാണ് ഇയാളുടെ മൊഴി. മുംബൈ ഭീകരാക്രമണത്തിന് പ്ലോട്ടൊരുക്കിയത് ദുബായിലാണെന്നാണ് സൂചന. ISI ഏജന്റുമായി തഹാവൂർ റാണ ആദ്യ ചർച്ച നടത്തിയത് ദുബായിൽ വെച്ചാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച. ISI ബന്ധമുള്ളയാൾ ഇരുവരുടെയും ബാല്യകാല സുഹൃത്തെന്നാണ് സൂചന. പക്ഷേ അമേരിക്ക കൈമാറിയ വിവരത്തിൽ ഇയാളുടെ പേരില്ല. വിശദാംശങ്ങൾ അറിയാൻ NIA റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. റാണയെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിൽ കൊണ്ടുവരും. കൊച്ചിയിൽ സഹായം നൽകിയ ആളുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് NIAയുടെ നീക്കം. മുംബൈ സ്ഫോടനം നടന്നതിന് 10 ദിവസം മുമ്പ് റാണ കൊച്ചിയിൽ വന്ന് താമസിച്ചത് എന്തിന് എന്നാണ് NIA പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. 1800 കോടി രൂപ വിലമതിക്കുന്ന ലഹരിമരുന്നാണ് പിടികൂടിയത്. കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 300 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. കടലിൽ നിന്ന് പിടികൂടിയ ചരക്ക് കൂടുതൽ അന്വേഷണത്തിനായി തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ബോളിവുഡ് താരം സൽമാൻ ഖാന് വധഭീഷണി. താരത്തെ വീട്ടിൽ കയറി വധിക്കുമെന്നും കാർ ബോംബ് വെച്ച് തകർക്കുമെന്നുമാണ് ഭീഷണി സന്ദേശം. മുംബൈ ട്രാഫിക് പോലീസിന്റെ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിലാണ് സന്ദേശം ലഭിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം തുടങ്ങി. ആദ്യമായല്ല സൽമാൻ ഖാനെതിരെ ഭീഷണി സന്ദേശം വരുന്നത്. നേരത്തെ ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘം സൽമാൻ ഖാനെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു. ആസിഫ് അലിയിൽ നിന്ന് മുൻപ് പുരസ്കാരം നിഷേധിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിതുമ്പി പണ്ഡിറ്റ് രമേശ് നാരായണൻ. ന്യൂസ് 18ന്റെ വിഷു പരിപാടിക്കിടെയാണ് രമേശ് നാരായണൻ കരഞ്ഞത്. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യം ഞാൻ ചോദിക്കണോ എന്ന് ഒരുപാട് ആലോചിച്ചതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ അത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്കൊക്കെ നെഞ്ചോട് ചേർത്ത് തോന്നിയൊരു ഹഗ് താങ്കളും ആസിഫ് അലിയും തമ്മിലുള്ളതായിരുന്നു. അത് മലയാളിക്ക് കൊടുത്തത് ഒരു വലിയ സന്ദേശമാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന എന്തൊക്കെ ജഗപുകകളായിരുന്നു അവിടെ അവസാനിച്ചതെന്നല്ല. എനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണെന്നറിയണം. ശരിക്കും ഐ എം സെന്റിമെന്റൽ ആവണം ആ കാര്യത്തിൽ. അനാവശ്യമായിട്ട് ഓരോന്നും ഉണ്ടാക്കിയില്ല. ശരിക്കും ഞാനും ആസിഫും സ്നേഹം മാത്രമേ നടന്നിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം പിന്നെ എന്തിനീ പ്രശ്നങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് ചിന്തിക്കുന്നത്. പോയി ആരടുത്തും ചെയ്യാൻ പാടില്ല. അത് വെരി ബാഡ്. അത് അന്ന് ആ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അച്ഛൻ ആസിഫേട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ
ആ ചെയ്ത സമയത്തും ഇവര് തമ്മിൽ ഒരു പ്രശ്നങ്ങളും അവിടെ നടന്നി അവർക്ക് രണ്ടുപേർക്കും ഉള്ളിൽ ഇതെന്താ സംഭവിച്ചെന്നുള്ളത് അദ്ദേഹത്തിനും അറിയില്ല, അച്ഛനും അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഇതൊരു വേറൊരു ആംഗിളിലോട്ട് പോകുന്നു. വളരെ വേഴ്സണായി. അത് റിലീജിയസ് രീതിയിലും എല്ലാ രീതിയിലും അത് വളരെ ഇതായി. തിരുവനന്തപുരം കിളിമാനൂരിൽ ഗാനമേളയ്ക്കിടെയുണ്ടായ സംഘർഷം തടയാനെത്തിയ പോലീസ് സംഘത്തിന് നേരെയും ആക്രമണം. സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അക്രമികളായ 4 പേരെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അമരവിളയിൽ ചിക്കൻ കറിക്ക് ചൂടില്ലെന്നാരോപിച്ച് കടയുടമയ്ക്ക് നേരെ ആക്രമണം. അമരവിളയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന പുഴയോരം ഹോട്ടലിലാണ് സംഭവമുണ്ടായത്.